BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. 33ാമത് അറബ് ഉച്ചകോടി ബഹ്റൈനിൽ വിജയകരമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി. ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉച്ചകോടി അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം ശക്തമാക്കുന്നതും മേഖലയിലെ വിവിധ പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് പ്രചോദനമാവുമായിരുന്നു. പലസ്തീൻ പ്രശ്നമാണ് മുഖ്യ ചർച്ചയായി ഉച്ചകോടിയിൽ ഉയർന്നത്. പലസ്തീൻ പ്രശ്നത്തിന് ഉചിത പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ശക്തമാക്കുന്നതിന് ഊന്നൽ നൽകിയ ഉച്ചകോടി വിവിധ രാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്താലും സമ്പുഷ്ടിതമായി മന്ത്രിസഭ വിലയിരുത്തി. ഉച്ചകോടി വിജയിച്ച പശ്ചാത്തലത്തിൽ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയ്ക്ക് മന്ത്രിസഭ പ്രത്യേകം ആശംസകൾ നേർന്നു. ഹമദ് രാജാവിന്റെ ഉച്ചകോടിയിലെ പ്രഭാഷണം വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും പകരം നയതന്ത്രജ്ഞതയും സമാധാന മാർഗവുമാണ് അവലംബിക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. മേഖലയുടെ സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് പലസ്തീൻ പ്രശ്നപരിഹാരമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഉച്ചകോടിയുടെ വിജയത്തിനായി വിവിധ തലങ്ങളിൽ സഹകരിച്ച മന്ത്രാലയങ്ങൾ, സർക്കാർ അതോറിറ്റികൾ, പാർലമെന്റ്, ശൂറ കൗൺസിൽ എന്നിവയ്ക്ക് ക്യാബിനറ്റ് പ്രത്യേകം അഭിവാദ്യങ്ങൾ അറിയിച്ചു. ഉച്ചകോടിക്കായി ഒരുക്കിയ സംവിധാനങ്ങളുമായി സഹകരിച്ച രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ക്യാബിനറ്റ് നന്ദി അറിയിച്ചു. GCC രൂപവൽക്കരണത്തിന്റെ 43 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ GCC രാഷ്ട്രത്തലവന്മാർക്കും അവിടങ്ങളിലെ ജനങ്ങൾക്കും ക്യാബിനറ്റ് അഭിവാദ്യങ്ങൾ നേർന്നു. കുവൈറ്റ് പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസബാഹിന് ക്യാബിനറ്റ് ആശംസകൾ നേർന്നു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വേർപാടിൽ അനുശോചനം അറിയിച്ചു. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് വിവിധ കമ്പനികളുമായി സഹകരിക്കുന്നതിനുള്ള കരട് പ്രമേയം അവതരിപ്പിച്ചു. ലൗസിയിലെ തീപിടുത്തത്തെക്കുറിച്ച് വിശദാംശങ്ങളും ഇരകൾക്ക് നൽകിയ സഹായങ്ങളെക്കുറിച്ചും പാർപ്പിട നഗരാസൂത്രണ കാര്യമന്ത്രി വിശദീകരിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഖുദൈബിയ പാലസിലായിരുന്നു ക്യാബിനറ്റ് യോഗം ചേർന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ നിര്യാണത്തിൽ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ ഇറാനിലെ പരമോന്നത നേതാവ് അലി ഖാനയ്ക്ക് അനുശോചന സന്ദേശം അറിയിച്ചു. റൈസിയുടെ കൂടെയുണ്ടായിരുന്നവരുടെയും മരണത്തിൽ ബഹ്റൈൻ ജനതയുടെ ദുഃഖവും അനുശോചനവും ഇറാൻ നേതൃത്വത്തിനും ജനതയ്ക്കും അറിയിക്കുന്നതായും പരേതരുടെ ബന്ധുജനങ്ങൾക്ക് ക്ഷമയും സഹനവും കൈക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും അനുശോചനം അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയോടുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും കൊല്ലപ്പെട്ടത്. ഇറാന്റെ ഭാഗമായ അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ മാലിക് റഹ്മത്തി, കിഴക്കൻ അസർബൈജാനിലേക്കുള്ള ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി അയത്തുല്ല മുഹമ്മദ് അലി ആലു ഹാഷിം, ഹെലികോപ്റ്റർ പൈലറ്റ് എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടു. കൂജി സ്പെഷ്യൽ മെഡിക്കൽ സെന്ററിന് ആരോഗ്യക്കാര് സുപ്രീം കൗൺസിൽ ചെയർമാൻ ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് കീഴിൽ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലാണ് കൂജി സ്പെഷ്യൽ മെഡിക്കൽ കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിക്കുക. അബ്ദുറഹീം അൽ കൂജി ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന കൂജി പ്രൈവറ്റ് മെഡിക്കൽ കോംപ്ലക്സിൽ 15 ക്ലിനിക്കുകൾ, റേഡിയോളജിസ്റ്റ് യൂണിറ്റ്, പ്രസവമുറികൾ, തീവ്രപരിചരണ വിഭാഗം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന 2 ഓപ്പറേറ്ററി റൂമുകൾ, നിരവധി സ്വകാര്യ മുറികൾ എന്നിവ ഉൾപ്പെടും. ഭരണാധികാരികളുടെ കലവറയില്ലാതെ പിന്തുണ വഴി രാജ്യത്തെ ആരോഗ്യ സേവന മേഖല ഏറെ പുരോഗതി പ്രാപിച്ചതായും ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ വ്യക്തമാക്കി. മെച്ചപ്പെട്ട ചികിത്സ രാജ്യത്തിനകത്ത് തന്നെ ലഭ്യമാവുന്ന തരത്തിൽ ആരോഗ്യ മേഖലയിൽ കുതിച്ചുചാട്ടം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ സേവനങ്ങൾ അവർ താൽപ്പര്യപ്പെടുന്ന ആശുപത്രികളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും ലഭ്യമാക്കുന്ന പദ്ധതി വിജയത്തിലെത്തുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. കൂജി ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്നും ഇത്തരത്തിലുള്ള ആദ്യ പദ്ധതി പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ആരോഗ്യകാര്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അസൈദ് ജവാദ് ഹസൻ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ സെക്രട്ടേറിയറ്റ് കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൽ അസീസ് അൽ ഖലീഫ, CEO ഡോക്ടർ മറിയം അദ്ബി അൽ ജലാമ, കൂജി ഫൗണ്ടേഷൻ സെക്രട്ടേറിയറ്റ് കൗൺസിൽ ചെയർമാൻ അബ്ദുൽ ഗൽഫാൻ അബ്ദുറഹീം അൽ കൂജി, കൂജി കുടുംബാംഗങ്ങൾ, ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബഹ്റൈൻ പ്രതിഭയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പാലറ്റ് 2024 സീസൺ
4 മെയ് 27 മുതൽ 29 വരെ നടക്കും. ചിത്രരചനാ ക്യാമ്പിന്റെ ഡയറക്ടറായി അക്കാദമി ചെയർമാൻ മുരളി ചിരോദ് ബഹ്റൈനിലെത്തും. 5 മുതൽ 16 വയസ്സ് വരെയുള്ളവർക്ക് ക്യാമ്പ് അദ്ലിയയിലെ സീഷ്യൽ ഹോട്ടൽ ഹാളിൽ വൈകുന്നേരം 5 മുതലാണ് നടക്കുക. ചിത്രരചനാ മത്സരം മെയ് മാസം 31 രാവിലെ 8 മുതൽ അദാരി പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹാളിൽ വെച്ചാണ്. ചിത്രരചനാ ക്യാമ്പിലും ചിത്രരചനാ മത്സരത്തിലും പങ്കെടുക്കാനുള്ള കുട്ടികൾക്കുള്ള രജിസ്ട്രേഷൻ തുടരുന്നതായി പാലറ്റ് 2024 സീസൺ 4 സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ആഗോള കണക്ടിവിറ്റി ഉയർത്തുന്നു എന്ന പ്രമേയത്തിൽ റിയാദിൽ നടത്തുന്ന ഫ്യൂച്ചർ ഏവിയേഷൻ ഫോറത്തിന്റെ 3ാം പതിപ്പിൽ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി മുഹമ്മദ് ബിൻ താമർ അൽ കാബി പങ്കെടുത്തു. വ്യോമയാന വ്യവസായത്തിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു വേദിയാണ് ഫോറം. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമ്പന്നമായ വ്യവസായ ഭാവിക്ക് വേണ്ടിയുള്ള നയങ്ങൾ വികസിപ്പിക്കുന്നതിനും ആഗോള സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ഫോറത്തിന്റെ ലക്ഷ്യം പ്രശംസനീയമാണെന്നും അൽ കാബി പറഞ്ഞു. കൂടുതൽ സുസ്ഥിരമായ ഭാവിക്കായി വ്യോമയാന മേഖല വികസിപ്പിക്കുന്നതിനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളെയും പ്രതിബദ്ധതയും അദ്ദേഹം പ്രശംസിച്ചു. വ്യോമയാന മേഖലയിൽ $100 ബില്യൺ നിക്ഷേപ സാധ്യതകൾ ഫോറത്തിൽ അവതരിപ്പിക്കും. $12 ബില്യൺ 70-ലധികം കരാറുകൾ സമ്മേളനത്തിൽ ഒപ്പിടുമെന്നാണ് കരുതുന്നത്. ചൊവ്വാഴ്ച കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി. ഓപ്പറേഷൻ റീസണുകളാണ് പറയുന്നത്. കൊച്ചിയിൽ നിന്ന് 7:85 പുറപ്പെടേണ്ട സർവീസും ബഹ്റൈനിൽ നിന്ന് 11:15 പുറപ്പെടേണ്ട സർവീസുമാണ് ഇന്നലെ റദ്ദാക്കിയത്. ബഹ്റൈൻ ദോഹ സർവീസുകളുടെ എണ്ണം മാർച്ചിൽ 21 നിന്ന് 37 വർദ്ധിപ്പിച്ച് ഗൾഫ് എയർ ഇന്നലെ മുതൽ പുതിയ സർവീസുകൾ നിലവിൽ വന്നു. യാത്രക്കാർ വർദ്ധിച്ചതിനെ തുടർന്നാണ് തീരുമാനം. മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും പുതിയ സർവീസുകൾ ഗുണകരമാണ്. യാത്രക്കാർക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള സേവനവും സൗകര്യവും നൽകുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് ഗൾഫ് എയർ എന്നും വക്താവ് പറഞ്ഞു. KSRTC ഡ്രൈവർ യദു അശ്ലീലാംഗ്യം കാട്ടിയതിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 4:00-ഓടെയാണ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകാൻ ഭർത്താവ് സച്ചിൻ ദേവ് MLA-ക്കൊപ്പം മേയർ എത്തിയത്. മൊഴിയെടുപ്പ് 45 മിനിറ്റ് നീണ്ടു. ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിന് കൈമാറിയിരുന്നു. എത്രയും വേഗം കേസിൽ കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായാണ് ബസ് പരിശോധിച്ചത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധിച്ചത്. 2 മാസമായി വേഗപ്പൂട്ട് ഇളക്കിയിട്ടുണ്ടെന്നും GPS പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തി. മേയർ സഞ്ചരിച്ച വാഹനം അമിത വേഗത്തിൽ ബസ് മറികടന്നു എന്നറിയാനുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും ബസ്സിൽ നിന്ന് കിട്ടിയില്ല. പരാതിക്കാരുടെ മൊഴിയുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാനാണ് തീരുമാനം. അതേസമയം യദു നൽകിയ പരാതിയിൽ പ്രതികളായ മേയർക്കും ഭർത്താവിനുമെതിരായ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് ആരാണ് എടുത്തതെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. മെമ്മറി കാർഡ് കാണാതായ കേസ് തമ്പാനൂർ പോലീസാണ് അന്വേഷിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വട്ടവട പഞ്ചായത്തിൽ ചിലന്തിയാറിന് കുടുകെ തടയണം നിർമ്മിക്കാൻ പരിസ്ഥിതി ദേശീയ വന്യജീവി ബോർഡ് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് അനുമതി ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രവൃത്തി അടിയന്തരമായി നിർത്തിവെക്കണമെന്നും ദക്ഷിണമേഖല ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടു. മാധ്യമവാർത്തകളെ തുടർന്ന് ദക്ഷിണമേഖല ഹരിത ട്രിബ്യൂണൽ ജഡ്ജിമാരായ പുഷ്പ സത്യനാരായണ, സത്യഗോപാൽ എന്നിവരുടെ ബെഞ്ച് സ്വമേധയാ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. തടയണയുടെ നിർമ്മാണം മൂലം തമിഴ്നാടിനുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ച് വിശദീകരണം നൽകാൻ സംസ്ഥാന പബ്ലിക് പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെട്ട ട്രിബ്യൂണൽ കേസ് പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. തടയണയ്ക്കെതിരെ തമിഴ്നാട്ടിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷികളായ BJP, അണ്ണാ DMK, പട്ടാളി മക്കൾ കക്ഷി എന്നിവർ രംഗത്തെത്തിയിരുന്നു. തിരുപ്പൂർ ജില്ലയിൽ അമരാവതി ഡാമിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനാണ് കേരളം ശ്രമിക്കുന്നതെന്നും അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി ആരോപിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ അനാസ്ഥ മൂലം കാവേരിയുടെ പോഷക നദിയായ അമരാവതി നദി ഇല്ലാതാവുമെന്ന് പട്ടാളി മക്കൾ കക്ഷി നേതാവ് ഡോക്ടർ അൻപുമണി രാമദാസ് അഭിപ്രായപ്പെട്ടു. ഷൊർണൂർ ചെറുതുരുത്തി 2ാം നമ്പർ പാലത്തിന്റെ റീടാറിംഗ് ജോലികൾ നടക്കുന്നതിനാൽ മെയ് 22, 24, 26 തീയതികളിൽ ബംഗളൂരു സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ 1638 ബംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് 35 മിനിറ്റ് വൈകുമെന്ന് റെയിൽവേ അറിയിച്ചു. ബസ്സിൽ ഛർദ്ദിച്ച യുവതിയെ കൊണ്ട് തന്നെ അത് തുടപ്പിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം. കോട്ടയം RTക്കാണ് കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ K ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നടപടി സ്വീകരിച്ച ശേഷം 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂണിൽ കോട്ടയത്ത് നടക്കുന്ന സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. മെയ് 15 മുണ്ടക്കയത്ത് നിന്നും കോട്ടയത്തേക്ക് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരിൽ നിന്നാണ് യുവതിക്ക് മോശം അനുഭവം ഉണ്ടായത്. വൈകിട്ട് 5:45 ബസ് കഞ്ഞിക്കുഴിയിലെത്തിയപ്പോൾ യുവതി ഛർദ്ദിച്ചു. തുടർന്ന് ഡ്രൈവർ തുണി നൽകുകയും യുവതിയെ കൊണ്ട് ഛർദ്ദി തുടപ്പിക്കുകയുമായിരുന്നു.
സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി അറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.